കോൺഗ്രസിന്റെ പ്രതിനിധി ബി റജിയിലേക്ക് പോകുന്നതിന് മുമ്പ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫിന്റെ വാക്കുകൾ ഒന്ന് നമുക്ക് കേൾക്കാം. പല ദൂതന്മാരൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ചില ലീഡർമാർ ഇപ്പോൾ ഇങ്ങനെ ഇന്നലെ തൊട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന UDFന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. സബാഹ് എന്നല്ല ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും നമ്മളോട് പിന്നെ അതാത് മണ്ഡലങ്ങളിലൊക്കെ ചോദിച്ച് വോട്ട് ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് സഹയാത്രികൻ ബി റജിയിലേക്കാണ് പോകേണ്ടത്. ബി റജി, ഇപ്പോൾ നമ്മൾ കേട്ടത് CPA ലത്തീഫ് എന്ന് പറയുന്ന SDPIയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകളാണ്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, UDFന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് SDPIയുടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നുള്ള പിന്മാറ്റം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPയെ പൂട്ടാൻ SDPIയെ ഉപയോഗപ്പെടുത്തുകയാണ് UDF ചെയ്യുന്നത്. ഇതിനൊരു കാരണവുമുണ്ട്. പല സർവേ ഫലങ്ങളും പുറത്തു വന്നപ്പോൾ പല പാർട്ടികൾ തന്നെ ഇന്റേണൽ ഏജൻസികളെ വെച്ച് അന്വേഷണം നടത്തിയപ്പോൾ, സർവേ നടത്തിയപ്പോൾ വളരെ കൃത്യമായി BJPക്ക് ചില മേൽക്കൈ ചില മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മഞ്ചേശ്വരം മണ്ഡലം. അപ്പോൾ അവിടെ BJP ഒരു തരത്തിലും ജയിക്കരുത് എന്ന് കരുതി കൂട്ടിക്കൊണ്ട് SDPIയുടെ സ്ഥാനാർത്ഥി പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്താണ് അങ്ങയുടെ പ്രതികരണം? ഈ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് മതേതരത്വ ജനാധിപത്യ വിശ്വാസികളെയാണ്. ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമായിട്ടും 3 മുന്നണികളുമായിട്ടാണ്. അതിലെ UDF മുന്നണി ജനാധിപത്യ മതേതരത്വത്തെ പ്രതിനിധീകരിക്കുമ്പോൾ BJP അല്ലെങ്കിൽ NDA മുന്നണി ഒരു വർഗീയ ശക്തികളുടെ ഒരു പിൻബലത്തോടെയാണ് ഇവിടെ മത്സര രംഗത്ത് നിൽക്കുന്നത്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള എല്ലാ നടപടികളും കോൺഗ്രസും അല്ലെങ്കിൽ UDFും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ മഞ്ചേശ്വരത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 20,006 വോട്ടിൻ്റെ ഒരു മേൽക്കൈ UDFന് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണിക്ക് ഏതെങ്കിലും ഒരു മുന്നണിയെ ഭയക്കേണ്ടതായിട്ടുള്ള ഒരു തരത്തിലുള്ള ആവശ്യവും നിലനിൽക്കുന്നില്ല. പിന്നെ ജനാധിപത്യ ശക്തികളുടെ വോട്ടുകൾ ഭിന്നിക്കരുത് എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞതായി നമ്മൾ കാണുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്ത്യയിലെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. കലർപ്പില്ലാത്ത മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്ന ഒരു തരത്തിലുള്ള ഇടപെടലിനും ആ കക്ഷി മുൻകൈ എടുക്കില്ല, അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങില്ല എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് മാത്രമാണ്. മറ്റ് SDPI ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണോ SDPI? നോക്കൂ, ഒരു തരത്തിലുള്ള വർഗീയ ശക്തികളുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും കോൺഗ്രസ് സ്ഥാപിക്കില്ല എന്ന് വളരെ സുവ്യക്തമായി അതിൻ്റെ നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന സമീപനം നമ്മൾ കുറെ നാളുകളായി കാണുകയല്ലേ. അത് ഏറ്റവും തീവ്രമായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. പിന്നെ പാണക്കാട് തങ്ങൾ പറയുന്നത് പോലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ, ഈ മതേതര വോട്ട് അത് ആലങ്കാരികമായ ഒരു ഭാഷയാണ്. BJP ജയിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള സന്ദേശം തന്നെയാണ് പാണക്കാട് നിന്നും വന്നിട്ടുള്ളത്. നോക്കൂ, മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് UDF മുന്നണിക്ക് ഭയക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ UDF മുന്നണി കൈവരിക്കാൻ കഴിഞ്ഞതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. കെ സുരേന്ദ്രൻ തോറ്റത് വെറും 87 വോട്ടുകൾക്കാണ്. അത് 87 വോട്ടുകൾക്കാണ്. അതിന്റെ സാഹചര്യം അറിയാം. ക്രോസ് വോട്ടിംഗ് നടന്നിട്ട് പോലും 87 വോട്ടുകൾക്ക് മാത്രമാണ് സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് മഞ്ചേശ്വരത്ത്. നീലിമ, അത് 2021 സാഹചര്യമാണ്. അതിനുശേഷം 2024 ലോക്സഭാ ഇലക്ഷനിലും അതിനുശേഷം 2025 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും UDF വലിയ മേൽക്കൈ നേടുകയുണ്ടായി. അക്കാര്യം നാം വിസ്മരിക്കരുത്. ഇവിടെ
SDPI ചേർന്ന് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയ ചിലരെ കോൺഗ്രസിൻ്റെ ആവശ്യപ്രകാരം അവർ രാജിവെക്കുകയുണ്ടായി. അതുപോലെ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് അത്തരത്തിൽ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് പദം ഏറ്റവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രമുണ്ട്. ഉദാഹരണമായിട്ട് എന്താണ് KV ശ്രീദേവി കോട്ടുങ്ങൽ ഗ്രാമപഞ്ചായത്ത്, അവിടെ പ്രസിഡന്റായി SDPIയുടെ പിന്തുണയോടുകൂടി കയറിയതാണ്. അവരെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, അവർ രാജിവെക്കുകയുണ്ടായി. അതുപോലെ വിമല പാവറട്ടി പഞ്ചായത്ത്, അവിടെയും ഇതേ രീതിയിൽ SDPI പിന്തുണ നേടിക്കൊണ്ട് പ്രസിഡന്റ് അത് പറയുമ്പോൾ തന്നെയാണ് ബി റജി പലയിടത്തും BJPക്ക് മുന്നേറ്റമുണ്ടായ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ BJP വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസും CPM-ഉം കൂടി ഒരുമിച്ച് ഭരിച്ച പഞ്ചായത്തുകളുണ്ട്. ആ ലിസ്റ്റൊക്കെ ഒരുപക്ഷെ താങ്കളുടെ ശ്രദ്ധയിലൊക്കെ ഉണ്ടാകാം. എത്രയോ പഞ്ചായത്തുകളിൽ അങ്ങനെ BJP വരാതിരിക്കാൻ വേണ്ടി അത്തരത്തിൽ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ട് BJPയെ മാറ്റി നിർത്തുന്ന സമീപനമൊക്കെ ഉണ്ടായില്ലേ? അപ്പോൾ ജനവിധി അട്ടിമറിക്കുക എന്ന് വരുമ്പോൾ അത് ഇസ്ലാമിക ശക്തികളെ കൂടി, ഇസ്ലാമിസ്റ്റ് ശക്തികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പിന്തുണ കൂടി ഉറപ്പിച്ച് BJPയെ ഏത് വിധേനയും അകറ്റി നിർത്തുക, അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എടുക്കുന്ന സമീപനം. ഈ K. സുരേന്ദ്രന്റെ കാര്യത്തിലായാൽ നോക്കൂ, കോൺഗ്രസ് എക്കാലത്തും ഉറക്കെ കേരളീയ സമൂഹത്തിന് മുമ്പാകെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്താണ്? അത് ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ്, ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഒരു തരത്തിലുള്ള ഈ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിക്കില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ ഇത്ര നാൾ വെള്ളപൂശിക്കൊണ്ട് നടക്കുകയല്ലേ, ഇപ്പോഴും വെള്ളപൂശുകയല്ലേ VD സതീശൻ? ഓരോ നിമിഷവും അതേക്കുറിച്ച് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് അടിക്കടി പറയുന്നുണ്ട് VD സതീശൻ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അടക്കം ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടുമില്ല, അവരുടെ ഭരണഘടന തിരുത്തിയിട്ടുമില്ല. അതാണ് വാസ്തവം.